ഭാരതീയ ജനതാ പാർട്ടിയിലെ കേരള ഘടകം ഇപ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. മറ്റു പാർട്ടികളിലെ എടുക്കാച്ചരക്കുകൾ ഊത്ത കയറുന്നത് പോലെയാണ് BJPയിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൊണ്ടുപോകുമെന്ന് പണ്ടത്തെ കാരണവന്മാർ പ്രളയത്തെപ്പറ്റി പറഞ്ഞതുപോലെ ഈ വന്നു കയറുന്നവരെല്ലാം പാർട്ടിയിൽ ആളാകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പാർട്ടികളിൽ ഇതേ ശ്രമം നടത്തിയിട്ട് തല്ലി പുറത്താക്കിയവന്മാരെയാണ് ഇതിൽ ഭൂരിപക്ഷവും ഉള്ളത്. ആശയപരമായ അഭിപ്രായ വ്യത്യാസത്തിൽ ഇറങ്ങി വന്ന അപൂർവം ചിലരുമുണ്ട്. അവർ ഇവിടെയും ഒതുങ്ങി തന്നെയാണ് ജീവിക്കുന്നത്. അവർ ഈ കഥയിലെ കഥാപാത്രങ്ങളല്ല. ജീവിച്ചിരിക്കുന്ന പലർക്കും ഈ കഥയുമായി സാമ്യവും തോന്നിയേക്കാം. അതൊരിക്കലും യാദൃശികമല്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേളികൊട്ടി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നിലമ്പൂരിൽ എത്തുന്നത് തന്നെ. മലയാളിയാണ് എങ്കിലും കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒന്നും അറിയാൻ മേലാത്ത ആളാണ്. അദ്ദേഹം നടത്തിയ പഠനമനുസരിച്ച് നിലമ്പൂരിലെത്തുമ്പോൾ ആദ്യം സന്ദർശിക്കേണ്ടത് നിലമ്പൂർ കോവിലകത്താണ്. പണ്ട് TN ഭരതൻ എന്ന ഭരതേട്ടൻ നിലമ്പൂർ കോവിലകത്ത് നിന്ന് ഇറങ്ങി വന്ന RSS പ്രചാരകനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം RSS പ്രചാരക സ്ഥാനം വിട്ട് വിവാഹം കഴിച്ച് കോവിലകത്ത് കൂടി. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ദുർഗാദാസ്. ദുർഗാദാസും ഒരു പ്രചാരകൻ തന്നെയായിരുന്നു. നിലമേൽ കോളേജിൽ പ്രചാരകൻ എന്ന നിലയിൽ സന്ദർശനത്തിനെത്തിയ സമയത്ത് എതിരാളികൾ അദ്ദേഹത്തെ കുത്തിമലർത്തി. അങ്ങനെ ഭരതേട്ടനും ദുർഗാദാസും RSSൻ്റെയും BJPയുടെയും ഒരു വികാരമായി ഈ നാട്ടിൽ നിൽപ്പുണ്ട്. ആദ്യ ദിവസം നിലമ്പൂർ കോവിലകം സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി തിരിച്ചു പോരാൻ തയ്യാറായി നിന്ന രാജീവ് ചന്ദ്രശേഖരനെ പാസ്റ്റർമാരുടെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായി അതിൻ്റെ ചുമതലക്കാരായിരുന്നവർ കൂട്ടിക്കൊണ്ടുപോയി. ക്രിസ്ത്യൻ വോട്ടുകൾ കണ്ണുനട്ടാണല്ലോ മോഹൻ ജോർജ് എന്ന ക്രിസ്ത്യാനിയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 5000 ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിച്ചില്ല എങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചോളാം എന്ന് വീരവാദം പറഞ്ഞു നടക്കുന്ന നേതാക്കന്മാർ ഇവരുടെ കൂട്ടത്തിലുണ്ട് താനും. പാസ്റ്റർമാർ കാത്തിരുന്ന് മുഷിഞ്ഞു എന്ന കാരണത്താൽ രാജീവ് ചന്ദ്രശേഖർ മര്യാദയുടെ ഒരു ഭാഗമായി അവരെ പോയി കണ്ട് സംസാരിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ പോയി. രണ്ടാം ദിവസം രാവിലെ നിലമ്പൂർ കോവിലകത്ത് പുറപ്പെട്ട രാജീവ് ചന്ദ്രശേഖരനെ BJPയിൽ പുതുതായി വന്ന ഒരു നേതാവ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പുതിയ ഒരു കൂട്ടം പാസ്റ്റർമാർ കാണാൻ തയ്യാറായിരിപ്പുണ്ട് എന്നും അവരെ കണ്ടാൽ 10 വോട്ട് കിട്ടുമെന്നും നിലമ്പൂർ കോവിലകത്ത് പോയാൽ ഏതോ ഒരു ഭ്രാന്തൻ മാത്രമല്ലേ അവിടെയുള്ളൂ എന്നും നമുക്കെന്ത് കാര്യമെന്നുമൊക്കെയാണ് ഈ യുവ നേതാവ് ചോദിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദാസേ ദാസേ ദുർഗാദാസേ ഇല്ല ഞങ്ങൾ മറക്കില്ല എന്ന മുദ്രാവാക്യം വിളി ഇന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അത്രമാത്രം പ്രവർത്തകരുടെ മനസ്സിൽ കൂടിൽ കെട്ടി താമസിക്കുന്നവരാണ് ദുർഗാദാസും അദ്ദേഹത്തിൻ്റെ പിതാവ് ഭരതേട്ടനും. ഇത്രയും കഥ ഇവിടെ പറഞ്ഞത് RSSും BJPയും ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്ന് പറയുവാൻ വേണ്ടിയാണ്. പുതുമുഖ താരങ്ങൾ പാർട്ടിയിൽ അണിനിരക്കുമ്പോൾ നട്ടവനെയും നനച്ചവനെയും എല്ലാം മറക്കും. അവർക്ക് ആരോടും ബാധ്യതയില്ല. അവരുടെ കാര്യം മാത്രം സ്വന്തം. എന്നിട്ട് ഈ വീരവാദം മുഴക്കിയവർക്ക് ആകെ നേടാൻ സാധിച്ചത് 226 വോട്ടിൻ്റെ വർധനവ് മാത്രമാണ്. അതും വഴിക്കടവ് പഞ്ചായത്തിലെ ചുമതല ഏൽപ്പിച്ചിരുന്ന പ്രവർത്തകരുടെ പ്രവൃത്തി ഗുണം കൊണ്ട്. RSS വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. അവരുടെ മേൽനോട്ടത്തിൽ രാജ്യത്ത് രൂപം കൊണ്ട പാർട്ടിയാണ് BJP. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേതുപോലെ താൻ പ്രമാണിത്വം കാണിക്കുന്നവരെ ഈ പാർട്ടിയിൽ ഉൾക്കൊണ്ടാൽ പാർട്ടിയുടെ ഓജസ് നശിച്ചു പോവുക തന്നെ ചെയ്യും. RSSന് ഇതിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ അവർ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള കുഴിത്തുരപ്പന്മാർ പാർട്ടിയിൽ കടന്നുകൂടുന്നത്. ഇത് പാർട്ടിയുടെ വ്യക്തിത്വം നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. RSSനും പാർട്ടിക്കും വേണ്ടി പ്രവർത്തിച്ചവരെ അവർ എന്നും ഓർമ്മിക്കാറുണ്ട് എന്ന് കഴിഞ്ഞ നാളുകളിലെ അവരുടെ പ്രവർത്തികൾ തെളിയിച്ച കാര്യമാണ്. ഇതുപോലെയുള്ള പുത്തൻ കുറ്റക്കാർ പാർട്ടിയിൽ കടന്നു വന്നാൽ അവർക്ക് ഏറ്റവും കുറഞ്ഞത് 3 വർഷത്തേക്കെങ്കിലും പ്രായോഗിക പരിശീലനം നൽകുന്ന ഇടപാടും കൂടി പാർട്ടി തുടങ്ങേണ്ടതായിരിക്കുന്നു. അല്ലാതെ വരുമ്പോൾ തന്നെ തലപ്പത്ത് പിടിച്ചിരുത്തി ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ഏൽപ്പിച്ചാൽ മറ്റു പാർട്ടികൾ മുടിച്ചതുപോലെ തന്നെ ഇവർ ഇതും മുടിക്കും. RSSന്റെ ഇടപെടൽ ഇന്ന് കേരളത്തിലെ BJPയിൽ അടിയന്തര ആവശ്യമായി വന്നിരിക്കുകയാണ്.